ഹായ്, എല്ലാവർക്കും സാൻഡ് ഫാമിലി സ്റ്റോറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമുക്ക് കാണാം ഫ്ലെമിംഗോ ലേക്കിൻ്റെ അവിടുത്തെ ആ ക്യാമ്പിംഗ് വിശേഷങ്ങൾ കേട്ടോ. നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ. ഒരുപാട് മീനുകളുണ്ട്, അതുപോലെ ഒരുപാട് ഫ്ലെമിംഗോ, അതുപോലെ ഒരുപാട് ബേഡ്സ്, ഒരുപാട് മാൻകൂട്ടങ്ങൾ. ഇതെല്ലാം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ഏരിയയിലേക്ക് വന്നാൽ മതി. വളരെ സിമ്പിളാണ്. ഏത് ടൈപ്പും വണ്ടിയും കൊണ്ട് നമുക്ക് ഈ ഒരു ഏരിയയിലേക്ക് വരാം കേട്ടോ. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമില്ല. അതുപോലെ ക്യാമ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമുക്ക് അതുപോലെ ബാർബിക്യൂ ചെയ്യാം. അങ്ങനെ നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് കാണാം ഇവിടുത്തെ മനോഹരമായ ആ കാഴ്ചകൾ. അപ്പോൾ ദുബായിൽ നിന്ന് ഏകദേശം ഒരു 50 കിലോമീറ്റർ യാത്ര ചെയ്ത് നമ്മൾ ഈ ഒരു അൽഖുദ്ര ലേക്ക് ഏരിയയിൽ അവിടെ നമ്മൾ എത്തിച്ചേരും കേട്ടോ. അവിടെ പോകുമ്പോൾ തന്നെ നമുക്ക് ചുറ്റിലും നമുക്ക് ഇതേപോലെയുള്ള മാൻകൂട്ടങ്ങളെയും അതേപോലെയുള്ള മൃഗങ്ങളെയൊക്കെ കാണാനുള്ളൊരു അവസരം ഉണ്ട് കേട്ടോ. ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മൊയിലാണോ അതോ കങ്കാരോ ആണോ എന്ന് നമുക്ക് സംശയം തോന്നി പോകുന്ന രീതിയിലുള്ളൊരു ജീവിയുടെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. പാറ്റഗോണിയൻ മാര എന്ന് വിളിക്കുന്ന ഒരു ജീവിയാണ്. നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷനായ അൽഖുദ്ര ലേക്കിൻ്റെ അടുത്തേക്കാണ് നമ്മൾ വന്നേക്കുന്നത്. ഈ ചൂട് കാലമായതുകൊണ്ട് പിന്നെ കാര്യമായിട്ടുള്ള ആൾക്കാരൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ. പക്ഷേ ആ കാഴ്ചകൾക്ക് ഒരു കുറവില്ലടാ. കാണുമ്പോൾ നല്ല ഗ്രീനറി ആയിട്ട് നിൽക്കുന്ന ഈ ഒരു സ്ഥലത്ത് നടുക്കുള്ള ആ ലേക്കിൻ്റെ മനോഹരമായ കാഴ്ചകളും അതേപോലെ അവിടെയുള്ള ഈ ഒരു താറാവുകളുടെയും ആമക്കുഞ്ഞുങ്ങളുടെയൊക്കെ ഒരു നല്ല നല്ല കാഴ്ചകൾ നമുക്ക് കാണട്ടെ. നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് പോയി വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് ഈ അൽഖുദ്ര ലേക്ക്. അൽഖുദ്ര ലേക്ക് എന്നത് ഒരു തടാകമല്ല, മരുഭൂമിക്ക് നടുവിൽ കൃത്രിമമായി നിർമ്മിച്ച 10-ലധികം പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ട തടാകങ്ങളുടെ ഒരു കൂട്ടമാണ്. നഗര തിരക്കുകളിൽ നിന്ന് മാറി പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ ദുബായിലെ ഏറ്റവും ശാന്തമായ ഇടങ്ങളിൽ ഒന്നാണ് ഇത്. +170 ഇനം പക്ഷികളും അറേബ്യൻ ഓറിക്സ്, മരുഭൂമിയിലെ മാനുകൾ എന്നിവയും ഇവിടെ സ്വതന്ത്രമായി വിഹരിക്കുന്നു. ഇവിടെയുള്ള പക്ഷികളെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെയുള്ള പക്ഷി നിരീക്ഷണ പ്ലാറ്റ്ഫോമുകളൊക്കെ ഉണ്ട് കേട്ടോ. അതേപോലെ നമ്മൾ പോകുന്ന വഴിയിൽ ഓരോ മരങ്ങളിലായിട്ട് നമുക്ക് ഇതേപോലെയുള്ള കിളിക്കൂടുകൾ കാണാം. അൽഖുദ്ര ലേക്കിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മളിപ്പോൾ നേരെ പോകുന്നത് ഫ്ലെമിംഗോ ലേക്കിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. പോകുന്ന വഴി തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഏരിയ ആണ് കേട്ടോ. ചുറ്റിലും നമുക്ക് നല്ല പച്ച പുല്ലും അതിൻ്റെ നല്ല മനോഹരമായ കാഴ്ചകളും അതിൻ്റെ നടുവിൽ മേഞ്ഞ് നടക്കുന്ന അറേബ്യൻ ഗസല എന്ന് വിളിക്കുന്ന ഈ മാൻകൂട്ടങ്ങളുടെയൊക്കെ ഒരു മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ നമുക്ക് ഈ ഒരു ഏരിയയിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ കാണുന്ന മണ്ണ് റോട്ടിലൂടെയുള്ള നമ്മുടെ ഈ യാത്രകളിൽ നമുക്ക് മനസ്സിന് കുളിർമയേകുന്ന ഇതേപോലുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഫ്ലെമിംഗോ ലേക്കിൻ്റെ അവിടെയാണ് നമ്മളുള്ളത്. അപ്പോൾ അവിടെ നമ്മളൊരു ക്യാമ്പിങ്ങിന് വേണ്ടി വന്നേക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആംബിയൻസിന് കാണണം കേട്ടോ. ഫ്ലെമിംഗോ ലേക്കാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇവിടെ ക്യാമ്പ് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു ആംബിയൻസ്. നമ്മൾ ക്യാമ്പ് ചെയ്തൊരു ലൊക്കേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ലൊക്കേഷനിലാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്വാനുകളുണ്ട്, അതുപോലെ ഒരുപാട് ഫ്ലെമിംഗോസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ലേക്കിന് ഫ്ലെമിംഗോ ലേക്ക് എന്ന് പേര് വന്നത് തന്നെ.
നമ്മൾ ഇവിടെ ഓവർനൈറ്റ് ക്യാമ്പിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ഒരു ലൊക്കേഷനിൽ തന്നെയാണ് നമ്മൾ ടെൻറ്റ് സെറ്റ് ചെയ്തത്. ഈ കാണുന്ന ഫ്ലെമിംഗോ ലേക്കും അതേപോലെ സ്വാനുകളും ഫ്ലെമിംഗോയുടെ ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്ന് തന്നെ നമുക്ക് ഈ ഒരു ക്യാമ്പിംഗ് നമുക്ക് ആസ്വദിക്കാം. വൈകിട്ടായപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന ഒരു കൂട്ടം ഫ്ലെമിംഗോകളെയാണ് നമ്മൾ ഈ കാണുന്നത്. രാത്രിയിലുള്ള വൈബ് എന്ന് പറഞ്ഞാൽ നല്ലൊരു വൈബായിരുന്നു കേട്ടോ. നല്ല രീതിയിൽ തന്നെ ബാർബിക്യൂ ചെയ്തിട്ടാണ് കേട്ടോ നമ്മളിവിടെ ഈ ഒരു ക്യാമ്പിങ് നമ്മൾ ചെയ്തത്. ഫ്ലെമിംഗോ ലേക്കിലെ രാവിലത്തെ കാഴ്ചകളാണ് കേട്ടോ നമ്മൾ കാണുന്നത്. കുറേ ഫ്ലെമിംഗോസ് ഒക്കെ വന്നിട്ടുണ്ട്. ഈ കാണുന്ന ബ്ലാക്ക് സ്വാൻ രാത്രി മുഴുവൻ ഇവിടെ പാറാവ് നിർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ഉറപ്പൊന്നുമില്ല എന്നുണ്ട്. സണ്ണ് റൈസ് ആയിട്ടില്ല, സണ്ണിങ്ങനെ റൈസായി വരുന്നുള്ളൂ. ഈ ഫ്ലെമിംഗോ ലേക്കിൻ്റെ അവിടെ നിന്നുള്ള സൺറൈസിൻ്റെ കുറച്ച് മനോഹരമായ കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം കേട്ടോ. നമ്മൾ ക്യാമ്പ് ചെയ്തത് ഈ ഒരു ലൊക്കേഷനിലാണ് കേട്ടോ. അടിപൊളി ഒരു ലൊക്കേഷനാണ്. ലേക്കിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ ക്യാമ്പ് ചെയ്തത്. ഫ്ലെമിംഗോ ലേക്കിൻ്റെ അടുത്ത് ഇതേപോലെയുള്ള ഒരു ഷോപ്പൊക്കെ ഉണ്ട്. രാത്രി മുഴുവൻ ഇവിടുത്തെ ഷോപ്പ് ഓപ്പൺ ആയിരുന്നു. ഇന്നലെ വൈകിട്ട് ഇതേപോലെ കൂട്ടം കൂട്ടമായി പറന്ന് കൂട്ടിലേക്ക് പോയ ആ ഫ്ലെമിംഗോകളുടെ എല്ലാം തന്നെ രാവിലെ തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ആ മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ നമ്മൾ കണ്ടത്. ഇതേപോലുള്ള ഒരുപാട് മീൻകൂട്ടങ്ങളുണ്ട്. ഈ മീൻകൂട്ടങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഫീഡ് ചെയ്യാം. അതേപോലെ നമുക്ക് ഫിഷ് മസാജൊക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. നമ്മൾ ചുമ്മാ കാല് ആ വെള്ളത്തിലേക്ക് ഇട്ടിരുന്നാൽ മതി, മീനുകളൊക്കെ വന്ന് നമ്മുടെ കാലിൽ നല്ല രീതിയിൽ മസാജ് ചെയ്ത് തരും കേട്ടോ. നമ്മൾ ക്യാമ്പ് ചെയ്ത ഏരിയയുടെ രാവിലത്തെ നല്ലൊരു വൈബാണ് കേട്ടോ നമ്മൾ കാണുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ലേക്കാണ് ഈ കാണുന്ന ഫ്ലെമിംഗോ ലേക്ക്. ദുബായിയുടെ മരുഭൂമിയുടെ ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുന്ന പ്രകൃതി സ്വർഗമാണ് ഫ്ലെമിംഗോ ലേക്ക്. ശാന്തമായ തടാക ജലത്തിന് മുകളിൽ മനോഹരമായി സഞ്ചരിക്കുന്ന പിങ്ക് നിറമുള്ള ഫ്ലെമിംഗോകൾ ഈ സ്ഥലത്തിൻ്റെ പ്രധാന ആകർഷണമാണ്. നിരവധി ദേശാടന പക്ഷികളുടെയും ആവാസ കേന്ദ്രമായ ഈ പ്രദേശം പ്രകൃതി സ്നേഹികൾക്കും ഫോട്ടോഗ്രാഫർമാർക്കും ഒരു സ്വപ്നലോകം പോലെയാണ്. നഗരത്തിൻ്റെ തിരക്കിൽ നിന്ന് അകന്ന് പ്രകൃതിയോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായ ഒരു മനോഹര ഇടമാണ് ഫ്ലെമിംഗോ ലേക്ക്. നമ്മുടെ കയ്യിലുള്ള ബ്രെഡോ അതുപോലെ കുബൂസോ അങ്ങനെ എന്തെങ്കിലും ഇതേപോലെയുള്ള മീനുകൾക്ക് ഫീഡ് ചെയ്യണമെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ ഇതേപോലുള്ള കാഴ്ചകൾ. സമയം ഏകദേശം 8-8:30 മണിയായിട്ടോ. അപ്പോൾ നമ്മളിവിടുത്തെ ക്യാമ്പിംഗ് അവസാനിപ്പിച്ച് അതിൻ്റെ തൊട്ടടുത്ത ഒരു ലേക്കായ ലവ് ലേക്കിലേക്ക് പോകാനുണ്ട്. ഇനി നമുക്ക് ലവ് ലേക്കിൽ പോയിട്ട് അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. ഒരുപാട് ഫാമിലീസൊക്കെ വന്ന് ക്യാമ്പ് ചെയ്യുന്ന നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഈ ഒരു ഫ്ലെമിംഗോ ലേക്കിൻ്റെ ഒരു ഏരിയ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ക്യാമ്പിംഗ് സ്പോട്ടാണ്. അതേപോലെ നമുക്ക് മനസ്സിന് സന്തോഷം നൽകുന്ന ഇതേപോലെയുള്ള ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് ഫ്ലെമിംഗോ ലേക്ക്.
കുട്ടികളും ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് നല്ല രീതിയിൽ ക്യാമ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇതാണ് ലവ് ലേക്കിൻ്റെ ആ ഒരു മെയിൻ എൻട്രൻസ് വരുന്നത്. ഒരുപാട് ഫാമിലീസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഒരുപാട് വണ്ടികളൊക്കെ അവിടെ കാണുന്നുണ്ട്. ലവ് ലേക്കിൻ്റെ ഏരിയയിൽ നമുക്ക് ഇതേപോലെ നൈറ്റ് ക്യാമ്പിങ് അലൗഡ് ആണ്. അതേപോലെ ഇവിടെ വാഷ്റൂം ഫെസിലിറ്റിയൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. പ്രഭാതത്തിൻ്റെ തണുത്ത കാറ്റും പൊൻകിരണങ്ങളും ചേർന്ന് ലവ് ലേക്കിനെ കൂടുതൽ മനോഹരമാക്കുന്നു. മരുഭൂമിയുടെ ഹൃദയത്തിൽ വിരിഞ്ഞ ഈ സുന്ദര തടാകം പ്രകൃതിയുടെയും പ്രണയത്തിൻ്റെയും അതുല്യ സംഗമമാണ്. പക്ഷികളുടെ മധുരഗാനവും ശാന്തമായ അന്തരീക്ഷവും മനസ്സിനെ സന്തോഷവും സമാധാനവും നിറയ്ക്കുന്നു. ഓരോ നിമിഷവും മറക്കാനാവാത്ത ഓർമ്മകളായി മാറുന്ന സ്വപ്നലോകം, അതാണ് ലവ് ലേക്ക്. പ്രഭാതത്തിൻ്റെ ശാന്തതയിൽ ലവ് ലേക്കിൻ്റെ മനോഹര കാഴ്ചകൾ ആസ്വദിച്ച് ചിരിയും സന്തോഷവും പങ്കുവെച്ച് ഒരു കുടുംബയാത്ര. ലവ് ലേക്കിലെ കാഴ്ചകളൊക്കെ പെട്ടെന്ന് തന്നെ കണ്ടു കഴിഞ്ഞ് നമ്മളിനി അവിടെ നിന്ന് നമ്മുടെ അടുത്തൊരു സ്ഥലമായ അൽമർമം ഓയസിൻ്റെ അവിടേക്കാണ് നമ്മൾ പോകുന്നത്. ചുറ്റിലും പച്ചപ്പ് നിറഞ്ഞ ആ വലിയ പ്രദേശത്തിൻ്റെ നടുവിലൂടെയുള്ള ചെറിയ വഴി കൂടെ പോകുമ്പോൾ നമുക്ക് ഇതേപോലെയുള്ള മാൻകൂട്ടങ്ങളെയും ഒക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അൽമർമം ഓയസിസ് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് നമുക്ക് ഉള്ളിലേക്കുള്ള അലൗഡ് ഉണ്ടായിരുന്നില്ല. അൽകുതിര ലാസ്റ്റ് എക്സിറ്റിൻ്റെ അവിടെ വന്നിട്ട് അവിടെയുള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് ചെറിയ രീതിയിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം അതിനടുത്തുള്ള മറ്റ് കുറച്ച് ലേക്കുകൾ കാണാൻ പോകണം കേട്ടോ. അപ്പം അങ്ങോട്ടേക്കുള്ള വഴി ഇതേപോലെയുള്ള മണ്ണ് റോഡാണ്. ഇങ്ങനെയുള്ള ഈ ലേക്കിൻ്റെ ഏരിയയിലൊക്കെ നമുക്ക് പോയി ക്യാമ്പ് ചെയ്യാനും അതേപോലെ ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ട് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേക്കുകളാണ് ഈ സൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ അൽകുതിര ഏരിയയിൽ വരികയാണെങ്കിൽ ഈ ഒരു 3 ഏരിയയിൽ നമുക്ക് സുഖമായിട്ട് ക്യാമ്പ് ചെയ്യാനും നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല സ്ഥലങ്ങളാണ് കേട്ടോ. ആ ഒരു ഏരിയകളാണ് നമ്മൾ കാണിച്ചു തന്നത്. അൽകുതിര ഏരിയയിലെ ക്യാമ്പിങ്ങും ഈ കാഴ്ചകളും നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സാൻഡ് ഫാമിലി സ്റ്റോറീസ്. അപ്പോൾ ഇനിയും പുതിയ പുതിയ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്തൊരു എപ്പിസോഡിൽ കാണാം.